പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം യഥാസമയം തന്നെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഡാറ്റ എൻട്രി ഉറപ്പാക്കണം. ഇത്തരത്തിൽ ഗുണഭോക്താക്കളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നത് അങ്കണവാടി ടീച്ചർമാരാണ്. നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റകളും കൃത്യമായി PMMBY സൈറ്റിലൂടെയോ ആപ്പിലൂടെയോ ഈ വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കുമ്പോഴാണ് ആദ്യ ഘടവും രണ്ട് ഘടവും ഒക്കെ തന്നെ സക്സസ്ഫുള്ളി സബ്മിറ്റായി പോവുകയും പിന്നീട് അവിടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ആ തുക എത്തുകയും ചെയ്യുന്നത്. എന്നാൽ യഥാസമയം തന്നെ ഈ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി അയച്ചാൽ മാത്രമാണ് ഗുണഭോക്താവിന് ഗഡുക്കൾ നഷ്ടപ്പെടാതെ തുക ലഭിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് നമ്മളെ ടീച്ചേഴ്സ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെഷനാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായി അവസാനം വരെയും കാണുക. നമുക്കറിയാം, ഒരു ഗുണഭോക്താവിന് PMMBY ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സാവണം. അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളാണ് അതിന് ആധാരം. കൃത്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തെളിയിക്കുന്ന എല്ലാ വിവരങ്ങളും PMMBY സൈറ്റിൽ തന്നെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ആധികാരികമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നിശ്ചയിക്കുന്നത്. അതിനുള്ള കോപ്പി നമ്മൾ ഗുണഭോക്താവിൽ നിന്ന് സ്വീകരിക്കുകയും ഒപ്പം തന്നെ നമ്മൾക്ക് ഈ PMMBY സൈറ്റിൽ നിർബന്ധമാക്കപ്പെട്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഒഴിവാക്കാതെ സ്കിപ്പ് ചെയ്യാതെ എൻട്രി വരുത്തിയാൽ അവസാനം കാണുന്ന സബ്മിറ്റ് ബട്ടൺ സക്സസ്ഫുള്ളി നമുക്ക് എൻട്രി ചെയ്യാനും ഈ അപേക്ഷ നമുക്ക് മുൻപോട്ട് അയക്കാനും സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് MCTS ID അല്ലെങ്കിൽ RCH ID അല്ലെങ്കിൽ MCP കാർഡ് രജിസ്ട്രേഷൻ നമ്പർ. നിർബന്ധമായിട്ടും ഈ നമ്പർ ഇതിലേക്ക് രേഖപ്പെടുത്തുകയും അതിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യുകയും വേണം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ടീച്ചേഴ്സ് ബുദ്ധിമുട്ടുന്നത്. ഇപ്പോഴൊന്നും ഗുണഭോക്താക്കൾ തരുന്ന MCP കാർഡിനകത്ത് RCH ID 13200 തുടങ്ങുന്ന RCH ID കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന പരാതി. ഇത് ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇപ്പോൾ RCH ID പല MCP കാർഡുകളിലും രേഖപ്പെടുത്തി വരുന്നില്ല. ആയതുകൊണ്ട് തന്നെ PMMBY ഡാറ്റ എൻട്രി പൂർത്തിയാക്കാനും കഴിയാത്ത സാഹചര്യമാണ്. എന്നാൽ മനസ്സിലാക്കുക, ഇത്തരത്തിൽ RCH ID ഇല്ല, MCP കാർഡ് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല എങ്കിലും നമുക്ക് ഈ അപേക്ഷ 100% ഫില്ല് ചെയ്ത് അയക്കാൻ സാധിക്കുന്നതാണ്. അതിന് MCP രജിസ്ട്രേഷൻ നമ്പറിന് പകരം അവരുടെ ആബ ID നമ്പർ ഇവിടെ രേഖപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പോൾ എന്താണ് ആബ ID എന്ന് അറിഞ്ഞിരിക്കണം. 99% ഗുണഭോക്താക്കൾക്കും ആബ ID ഉണ്ടാവണമെന്നില്ല. അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ പോഷൻ ട്രാക്കറിലൂടെ അനായാസം എടുത്ത് ആ നമ്പർ ഈ PMMBY സൈറ്റിലൂടെ എൻ്റർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിന് മുന്നേ എന്താണ് ആബ ID എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ID എന്നുള്ളതാണ് പൂർണ്ണനാമം. ഒരു ഗുണഭോക്താവിൻ്റെ എല്ലാ ഹെൽത്ത് റെക്കോർഡ്സും ഡിജിറ്റലി സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ടാണ് ആബ ID എന്ന് പറയുന്നത്. ഓരോ ഗുണഭോക്താവിനും ഓരോ ID തന്നെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. നമ്മളുടെ കഴിഞ്ഞകാല ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ തന്നെ, അതായത് പ്രിസ്ക്രിപ്ഷൻ, ലാബ് റിപ്പോർട്ട്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഹെൽത്ത് അക്കൗണ്ടിലേക്ക് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. തുടർന്ന് ഭാവിയിൽ നമ്മൾ വേറെ ഏതെങ്കിലും അസുഖത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം ഈ ആബ ID ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പാസ്റ്റ് ഹിസ്റ്ററി മുഴുവൻ ഡോക്ടർക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാനും സാധിക്കുന്ന ബൃഹത്തായിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ് ആബ ID അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്കത് പോഷൻ ട്രാക്കറിലൂടെ എങ്ങനെയാണ് ഓരോ ഗുണഭോക്താവിനും ആബ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ ഗുണഭോക്താക്കൾ, പ്രധാനമായിട്ടും പ്രഗ്നൻറ്റിനും ലാക്ടേറ്റിങ്ങിനും എളുപ്പത്തിൽ തന്നെ നമുക്ക് ആബ ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിന് ആകെ വേണ്ടത് ആധികാരികമായിട്ടുള്ള ആധാർ രേഖയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോഷൻ ട്രാക്കറിലൊക്കെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി, അതായത് ഗുണഭോക്താവിൻ്റെ തന്നെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് രജിസ്ട്രേഷൻ ഉറപ്പാക്കി. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾക്ക് ഗുണഭോക്താവിൻ്റെ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടുണ്ട്, മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മുടക്കം കൂടാതെ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി 2-way ഓതൻറ്റിക്കേഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെയുള്ള ഫേസ് വെരിഫിക്കേഷനും കൂടെ സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയവരാണ്. ആയതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിലൂടെ അനായാസം അവരുടെ ആബ ID നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ആ നമ്പർ കുറിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക.
പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന സമയം നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റ് വരും. ഇപ്പോൾ നമ്മൾ ഗർഭിണിയായിട്ടുള്ള ഒരാളുടെ PMMVY ആനുകൂല്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രഗ്നന്റ് ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയം ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങൾ അവിടെ ഇത് പ്രകാരം കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് എല്ലാ പ്രഗ്നന്റിനെയും നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ ഏത് ഗുണഭോക്താവിൻ്റെ ആബ ID ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഗുണഭോക്താവിന് നേരെ കാണുന്ന ഈ 3 ഡോട്ട് ശ്രദ്ധിക്കുക. ഈ 3 ഡോട്ടിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പോപ്പപ്പ് വിൻഡോ വരും. ആ ഭാഗത്തിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കൃത്യമായി ക്രിയേറ്റ് ഓർ റിട്രീവ് ആബ എന്ന് കാണുന്ന ഈ ഐക്കൺ, ക്രിയേറ്റ് ഓർ റിട്രീവ് ആബ എന്ന് കാണുന്ന ഈ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടുത്ത പേജിലോട്ടെത്തും. ഈ ഭാഗത്ത് നോക്കുക, 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് വീണ്ടും ആ ഭാഗത്ത് കാണാൻ കഴിയുന്നതാണ്. ക്രിയേറ്റ് ഓർ റിട്രീവ് ആബ എന്നും കാണുന്നുണ്ട്. 2 ആബ ഓൾറെഡി ക്രിയേറ്റഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരു ആബ ID ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഓപ്ഷൻ എടുക്കുക. എന്നാൽ ഓൾറെഡി ആബ ID ക്രിയേറ്റ് ചെയ്തതാണ്. ആ ക്രിയേറ്റ് ചെയ്ത ID നമ്പർ മറ്റ് നമ്മളെ പ്രൊഫൈലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് രണ്ടാമതുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ആ ഗുണഭോക്താവിന് ഒരു ആബ ID ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ക്രിയേറ്റ് ഓർ റിട്രീവ് ആബ എന്ന് കാണുന്ന ആദ്യത്തെ ഓപ്ഷനിൽ ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പുതിയൊരു പേജാണ് വരിക. ഈ ഭാഗത്ത് 2 ഓപ്ഷൻസ് വീണ്ടും വരും. ക്രിയേറ്റ് ആബ യൂസിങ് ആധാർ ഇൻസ്റ്റൻ്റ്ലി യൂസിങ് വൺ ഓഫ് ദി ഫോളോയിങ് വെരിഫിക്കേഷൻ മെത്തേഡ്. അതായത് പെട്ടെന്ന് തന്നെ ആ ഗുണഭോക്താവിൻ്റെ ആബ ID ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ മതി. ഇതിൽ നമ്മൾ രണ്ടാമത് കാണുന്ന നോക്കുക, ആധാർ OTP. ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ചെയ്ത് ആ OTP സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആബ ID ഉണ്ടാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ആധാറിലെ ഡെമോഗ്രാഫിക് ഓതൻറ്റിക്കേഷൻ ഉപയോഗപ്പെടുത്തിയും ആബ ID ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് നോക്കുക, ആധാർ OTP എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ഇത്തരത്തിലൊരു പേജ് വരും. ഇവിടെ ആധാർ നമ്പറിൽ നിങ്ങൾക്ക് അവസാനത്തെ 4 അക്ക ഡിജിറ്റ് ആ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന കൺസെൻറ്റ് ഫോം ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോവും. ഗുണഭോക്താവിൽ നിന്ന് അത് ടീച്ചർ സ്വീകരിച്ച് അടുത്ത പേജിൽ കാണുന്ന OTP കൊടുക്കേണ്ട ഭാഗത്ത് എൻ്റർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആബ ID ഇത് പ്രകാരം നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഈ ഗുണഭോക്താവിൻ്റെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ OTP വരില്ല. അഥവാ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ SMS പ്ലാനിംഗ് ഇല്ലെങ്കിൽ OTP വരില്ല എന്നുള്ള സാഹചര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. ഈ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പോൾ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യുക. ഇതിന് പകരം ഒന്നുകൂടെ പുറകിലോട്ട് പോവുക. പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ആദ്യത്തെ ഓപ്ഷൻ ഇത് സെലക്ട് ചെയ്യുക. അതായത് ആധാർ ഡെമോഗ്രാഫിക് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയൊരു പേജിൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ തന്നെ ആധാർ നമ്പറിലെ അവസാനത്തെ 4 അക്ക ഡിജിറ്റ് ഗുണഭോക്താവിൻ്റെ കാണാൻ സാധിക്കും. ഗുണഭോക്താവിൻ്റെ പേര്, ജനന തീയതി, ഫീമെയിൽ, ഈ 4 കാര്യങ്ങളും നമ്മുടെ ആധാർ കാർഡിലുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ കൺസെൻറ്റ് ഫോം കൊടുക്കേണ്ട ഈ ഭാഗത്ത് ആ കോളത്തിലുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡിനകം തന്നെ ആ ഗുണഭോക്താവിന് ആബ ID ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെയാണ് ഒരു ഗുണഭോക്താവിൻ്റെ ആബ ID എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. അതിനുശേഷം ഈ നമ്പർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ടും എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞ് പുറകിലോട്ട് പോവുക. ഈ ആബ ID നമ്മൾ ഭാവിയിലേക്ക് ഇവരുടെ ആബ ID ആയിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് PMMVY അപേക്ഷ പൂർത്തീകരിക്കുന്ന സമയം ഈ ആബ ID അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഈ പറയുന്ന ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഈ സ്ക്രീൻഷോട്ട് വാലിഡ് അല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആബ ID സൈറ്റിൽ കയറിക്കൊണ്ട് അവരുടെ OTP സഹിതം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആബ IDയുടെ കാർഡ് തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ആബ IDയുടെ കാർഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിലേക്ക് വിവരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു MCP കാർഡ് അല്ലെങ്കിൽ RCH ID ഇല്ലെങ്കിൽ പകരം ആബ ID ഉപയോഗപ്പെടുത്തിക്കൊണ്ട് PMMVY അപേക്ഷ പൂർത്തീകരിക്കാൻ കഴിയുക. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് ഒരു ആബ ID എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് എളുപ്പത്തിൽ സാധിച്ചത് എന്തുകൊണ്ടാണ്
എന്നുള്ളത് കൂടി നമ്മളെ ടീച്ചേഴ്സ് അറിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗുണഭോക്താവിൻ്റെ ആധാർ വെരിഫിക്കേഷൻ പോർഷൻ ട്രാക്കറിൽ പൂർത്തിയാക്കിയതാണ്. ബയോമെട്രിക് സംവിധാനം നമ്മൾ പൂർത്തിയാക്കി, അതാണ് ഫേസ് വെരിഫിക്കേഷൻ. നമ്മൾ ആ ഗുണഭോക്താവിൻ്റെ ഫേസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി, KYC പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ടാണ് എളുപ്പത്തിൽ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഈ ഗുണഭോക്താവിൻ്റെ ആബാ ID നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൂടെ നമ്മുടെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിൽ ബയോമെട്രിക് സംവിധാനം, FRS അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ് വെരിഫിക്കേഷൻ ഒന്നും കഴിയാത്ത ഗുണഭോക്താവാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അതായത് OTPയിലൂടെ ഗുണഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്ന OTP സ്വീകരിച്ച് ആബാ ID ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കി എല്ലാ ഗുണഭോക്താക്കളെയും യഥാസമയം തന്നെ PMMBY അപേക്ഷ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.